നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതിയെ പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്ത് CPM. നടപടി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ. കടുത്ത നടപടി എടുത്തില്ലെന്ന് വിമർശനം. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയുണ്ടായെന്ന് CPM സംസ്ഥാന സമിതി അവലോകന റിപ്പോർട്ട് പുറത്ത്. തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ വിഭാഗീയത നിഴലിച്ചുവെന്നും റിപ്പോർട്ടിൽ. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിന് തിരിച്ചടി. കോടതിയലക്ഷ്യ നടപടിക്കെതിരെ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം. മരിച്ചത് മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിയായ 7 വയസ്സുകാരൻ. 3 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. നിപ ബാധിച്ച് ചികിത്സയിലുള്ള യുവാവിന്റെ നില ഗുരുതരമായി തുടരുന്നു. ചരിത്രയാത്രയ്ക്ക് തുടക്കം. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമുള്ള സൗജന്യ യാത്ര ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി. തമ്പാനൂർ മുതൽ സെക്രട്ടേറിയറ്റ് വരെ യാത്ര ചെയ്ത് VD സതീശൻ. സാമ്പത്തിക നഷ്ടമുണ്ടായാൽ നികത്തുമെന്നും സ്വകാര്യ ബസ് മേഖല തകരില്ലെന്നും മുഖ്യമന്ത്രി. ചടങ്ങ് ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച് ട്രംപ്. കരാറിൽ വെള്ളിയാഴ്ച ഒപ്പിടുമെന്ന് സ്ഥിരീകരിച്ച് ഇറാൻ. ട്രംപിനെ പ്രശംസിച്ച് UAE. വാർത്തകൾ വിശദമായി നോക്കാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. കടുത്ത നടപടി വേണമെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ അഭിപ്രായം ഉയർന്നിരുന്നു. തുടർന്നാണ് സെക്രട്ടേറിയറ്റ് തീരുമാനം ജില്ലാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. ഇന്ന് നടന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നേരത്തെ പത്മകുമാറിന് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തിനുള്ള മറുപടി പരിശോധിച്ചു. ആ മറുപടി തൃപ്തികരമല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിനും വിശദമായിട്ട് ഉള്ള ഒരു ചാർജ് ഷീറ്റ് കത്ത് നൽകുന്നതിനും തീരുമാനിച്ചു. അത് SITയുടെ റിപ്പോർട്ടിന്റെ കൂടി പരിശോധന അടിസ്ഥാനത്തിലായിരിക്കും അത്തരത്തിലുള്ള വിശദമായ വിശദീകരണം ആവശ്യപ്പെട്ടുള്ള കുറിപ്പ് നൽകാം. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും കണ്ണൻ ദേവ് ചേരുന്നുണ്ട്. കണ്ണൻ, പത്മകുമാറിനെ ഒടുവിൽ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നടപടി പുറത്തു വരുമ്പോൾ നമുക്കറിയാം ആത്മകഥയൊക്കെ പുറത്തു വരാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് പത്മകുമാറിനെതിരെ നടപടി വരുന്നത്. ഇലക്ഷൻ സമയത്തൊക്കെ പ്രതിപക്ഷം വളരെയധികം രൂക്ഷമായി വിമർശിച്ച കാര്യമാണ് പത്മകുമാറിനെ പാർട്ടി സംരക്ഷിക്കുന്നു എന്നതടക്കം വൈകി വന്ന വിവേകമാണോ? ഒപ്പം യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്? മറ്റൊരു ആക്ഷേപം കടുത്ത നടപടി വേണമെന്ന ഒരു ആക്ഷേപം അല്ലെങ്കിൽ അഭിപ്രായം ഉയർന്നിരുന്നു എന്നുള്ളതാണ്. അതെ, തീർച്ചയായും കടുത്ത നടപടി വേണമെന്ന് തന്നെയായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ നേരത്തെ തന്നെയുള്ള ആവശ്യം. അത് കീഴ്ഘടകങ്ങളുടെ അടക്കമുള്ള ഒരു ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരത്തിൽ ഒരു തീരുമാനമുണ്ടായത്. പിന്നീട് സംസ്ഥാന യോഗത്തിലടക്കം ഈ വിവരം പറയുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ അത്തരത്തിലൊരു കടുത്ത നടപടി പത്മകുമാറിനെതിരെ ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തെ വെറും സസ്പെൻഷൻ മാത്രമായി ഒതുക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് അടക്കം ഈ സസ്പെൻഷൻ നടപടി പത്മകുമാറിനെതിരെ നടപടിയൊന്നും സ്വീകരിക്കാത്ത വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരത്തിൽ ഉള്ള ഒരു കാര്യം നിലനിൽക്കുമ്പോഴാണ് ഇന്നിപ്പോൾ ഈ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന ഇത്തരത്തിൽ പത്മകുമാറിനെതിരെ ഒരു നടപടി എടുക്കാൻ പാർട്ടി ഉദ്ദേശിച്ചത്. പക്ഷേ എന്നാൽ ആ നടപടി വെറും സസ്പെൻഷനിൽ ഒതുങ്ങി എന്ന് വേണം കരുതാൻ. വെറും സസ്പെൻഷനിലല്ല അത് ആവേണ്ടിയിരുന്നത് എന്നായിരുന്നു ഒരു പൊതുവികാരമുണ്ടായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഈ തോമസ് ഐസക്കും അതുപോലെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറഞ്ഞത് ഒരു പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പത്മകുമാറിനെതിരെ നടപടിയെടുത്തത്. അതാണ് സസ്പെൻഷൻ നടപടിയിലേക്ക് പോയത്. ഇദ്ദേഹത്തിനെതിരെ SITയുടെ ഒരു കുറ്റപത്രം സമർപ്പിച്ച ശേഷം അതിലെ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് കണക്കിലെടുത്താകും ഇനി കൂടുതൽ തുടർ നടപടികൾ ഉണ്ടാവുക. ആ സമയത്ത് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ആയിരിക്കും അത്തരത്തിലുള്ള തീരുമാനങ്ങളായിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം കേട്ടു. ആ വിശദീകരണം യാതൊരു വിധത്തിലും പാർട്ടിക്ക് സമ്മതിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ആ വിശദീകരണത്തിൽ തൃപ്തിയില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. നേരത്തെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇദ്ദേഹത്തെ പാർട്ടി ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനമായിരുന്നുവെന്ന് അന്ന് തന്നെ ഈ കീഴ്ഘട്ടങ്ങളിൽ ഉൾപ്പെടെ
ഒരു ചർച്ചയായിരുന്നു. പിന്നീട് തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു വിലയിരുത്തലൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു മാറ്റി നിർത്തുന്ന, അതായത് ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തേണ്ടിയിരുന്ന ആളല്ല, അദ്ദേഹത്തെ പുറത്താക്കിയിരുന്നെങ്കിൽ പാർട്ടിക്ക് ചിലപ്പോൾ ഈ ശബരിമല വിഷയത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു എന്ന തരത്തിലൊക്കെ ഒരു കാര്യങ്ങൾ വന്നിരുന്നു. അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നു. അത് ഒരിക്കലും നടന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ സസ്പെൻഷൻ നടപടിയിലേക്ക് കടക്കുന്നത്. ഈ സസ്പെൻഷൻ ഒരു കാലാവധി നിശ്ചയിച്ചിട്ടില്ല. എന്തായാലും അതായിരുന്നില്ല, അദ്ദേഹത്തെ പുറത്താക്കണമെന്നായിരുന്നു പൊതുവിലുള്ള ഒരു അഭിപ്രായം. പക്ഷേ പാർട്ടി ഇന്നത്തെ തീരുമാനത്തിൽ പറയുന്നത് അദ്ദേഹത്തിന് ഒരു പൊതുവികാരം മാനിച്ചുകൊണ്ടാണ് സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നത്. കൂടുതൽ നടപടികൾ ഇനിയും ഉണ്ടാകും. ഇദ്ദേഹത്തിൻ്റെ എതിരെ ഇപ്പോൾ അദ്ദേഹം ഒരു കുറ്റാരോപിതൻ മാത്രമാണ്. ജയിലിൽ പോയതും ഈ കുറ്റാരോപിതനായതുകൊണ്ട് മാത്രമാണ്. ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ കാര്യങ്ങളിൽ SIT ഉൾപ്പെടെ അന്വേഷണം നടക്കുകയാണ്. അതിനുശേഷം ഒരു കുറ്റപത്രം സമർപ്പിച്ച ശേഷം മാത്രമായിരിക്കും ഇദ്ദേഹത്തിനെതിരെ കടുത്ത നടപടി പാർട്ടി ആലോചിക്കുക. ആർക്കും അങ്ങനെ പെട്ടെന്ന് ഏകപക്ഷീയമായി ഒരു തീരുമാനമെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാകില്ല. അതിനൊക്കെ ഒരു നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ അതായത് പാർട്ടിയിലെ ഏറ്റവും വലിയ ഒരു ശിക്ഷാ നടപടിയാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത് ഉൾപ്പെടെ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും കണ്ണൻ, അത് തന്നെയാണ് നമുക്കറിയാം. ഈ ഇലക്ഷൻ സമയത്തൊക്കെ അല്ലെങ്കിൽ അതിനു മുൻപൊക്കെ ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോഴൊന്നും എടുക്കാത്ത ഒരു നടപടിയാണ് ഇപ്പോൾ പാർട്ടി സ്വീകരിച്ചത്. അത് പല കോണുകളിൽ നിന്നും അമർഷമൊക്കെ ഉയരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലൊക്കെ ആ കാര്യം നേരത്തെ ചർച്ചയായതുമാണ്. അത് ഇലക്ഷനെ ബാധിക്കും. പ്രത്യേകിച്ചും ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ പ്രതിപക്ഷം ആഞ്ഞടിക്കുന്ന വിഷയമായി അതിനെ നോക്കിക്കണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ അന്നെടുക്കാത്ത ഈ ഒരു നടപടി ഇന്ന് എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ആത്മകഥ പുറത്തിറങ്ങാനിരിക്കുന്നു. ഒപ്പം അന്ന് നമ്മൾ കേട്ടതാണ്, പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ദൈവതുല്യനായ ആള് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാതെ പറയുകയുണ്ടായി. ആ കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോഴുണ്ടായ നടപടിയെ എങ്ങനെ വ്യാഖ്യാനിക്കാം? തീർച്ചയായും ഈ പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് മുൻപ് ചെയ്യേണ്ട നടപടിക്രമങ്ങളായിരുന്നു ഇതൊക്കെയും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പല കീഴ്ഘടകങ്ങളിൽ നിന്നും മാത്രമല്ല കേരളത്തിൽ തന്നെ പല ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഇത്തരത്തിൽ പത്മകുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പലയിടത്തു നിന്നും വന്നു. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ തന്നെ പത്മകുമാറിനെ പുറത്താക്കണമെന്ന ഒരു ആവശ്യം തന്നെ ഉയർന്നിരുന്നു. അതാണ് സംസ്ഥാന കമ്മിറ്റിയിലടക്കം നേരത്തെ അറിയിച്ചത്. അത്തരത്തിലുള്ള ചർച്ചകളായിരുന്നു നടന്നത്. എന്നാൽ അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടിയിലേക്ക് പാർട്ടി പോയിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗം ചേരുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ അറിഞ്ഞതാണ്. അപ്പോൾ തന്നെ പത്മകുമാറിൻ്റെ ഭാഗത്ത് നിന്നും ചില പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അദ്ദേഹം ചില സുഹൃത്തുക്കൾ വഴി ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ തനിക്ക് ചിലത് പറയാനുണ്ട്, പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ തനിക്ക് ചിലത് പറയാനുണ്ട്. മാത്രമല്ല പാർട്ടിയിലെ ഈ ദൈവതുല്യരായ ചിലരെ കുറിച്ച് നേരത്തെ പറഞ്ഞതാണ്. അത് ആരൊക്കെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ താൻ പറയും. താൻ ആത്മകഥ എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആത്മകഥയിൽ വിശദമായ വിവരങ്ങൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടും അതുപോലെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഈ ശബരിമല യുവതീ പ്രവേശനം ഉണ്ടായത് സംബന്ധിച്ചും തനിക്ക് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്താനുണ്ട്. യുവതീ പ്രവേശന സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു. ഈ സമയത്ത് തന്നെ ഇവിടെ നിന്നും ശബരിമല സന്നിധാനത്ത് നിന്നും ഒഴിവാക്കാനുള്ള ഒരു ഗൂഢാലോചന നടന്നു. താൻ ഇല്ലാതിരിക്കുമ്പോൾ ഈ ശബരിമലയിൽ യുവതികളെ കയറ്റാനുള്ള ശ്രമം നടന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഇത്തരത്തിൽ തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല സ്വർണ്ണപ്പാളി എങ്ങനെ ചെമ്പുപാളിയായി, ആ ചെമ്പുപാളി എന്ന് എഴുതിയത് താനല്ല, അത് താൻ മറ്റു ചിലരുടെ സമ്മർദ്ദ തന്ത്രത്തിന് കീഴ്പ്പെടുകയായിരുന്നു. തന്നോട് ചിലർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇത്തരത്തിൽ ഈ ചെമ്പുപാളി എന്ന് എഴുതിയതിനടിയിൽ ഒപ്പിടേണ്ടി വന്നത്. അത് ആരൊക്കെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ താൻ പറയും. അത് ആത്മകഥയിൽ ഉൾപ്പെടുത്തുമെന്ന കാര്യങ്ങൾ ഒരു സുഹൃത്തു മുഖേന മാധ്യമങ്ങളെ അദ്ദേഹം അറിയിച്ചിരുന്നു. അതൊക്കെ ഇന്നത്തെ ജില്ലാ കമ്മിറ്റിയിൽ പ്രതിഫലിച്ചു. അതൊക്കെ അവർ അതിന് വശംവദരായി എന്ന് വേണം പറയാൻ. എന്തായാലും ജില്ലാ കമ്മിറ്റി നേരത്തെ ഇദ്ദേഹത്തിനെതിരെ കടുത്ത നടപടി എടുക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇന്ന് പക്ഷേ അത്ര കടുത്ത നടപടിയിലേക്ക് പോയിട്ടില്ല. വെറും സസ്പെൻഷൻ നടപടിയിലേക്ക് മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ്. അതിനിപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്, അതുപോലെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം അടക്കം അതിന് വിശദീകരണമായി പറയുന്നത് അത്ര പെട്ടെന്ന് ഒരു നടപടി എടുക്കാൻ ഒരു പാർട്ടിയല്ല CPM. അതിന് ചില കീഴ്വഴക്കങ്ങളുണ്ട്. മാത്രമല്ല അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവ്, പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഒരു മുതിർന്ന നേതാവാണ്, കാലങ്ങളായിട്ട് പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ തലപ്പത്തുള്ളയാളാണ്, MLA ആയിരുന്ന ആളാണ്, അത്തരത്തിൽ ഒരു ജനകീയനായിരുന്ന ആളാണ്. അദ്ദേഹത്തെ ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് പെട്ടെന്ന് പുറത്താക്കാൻ കഴിയില്ല. അതിന് ചില കീഴ്വഴക്കങ്ങളുണ്ട്. അതൊക്കെ അനുസരിച്ച് മാത്രമേ ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിയൂ. അത് തുടർ ദിവസങ്ങളിൽ, അതായത് കുറ്റപത്രം SIT കുറ്റപത്രം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച ശേഷം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ അതിൽ
അതിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, അതിലുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാണ് ആരോപിക്കപ്പെടുന്നത്, അതിലൊക്കെ കൃത്യമായൊരു വിശദീകരണം തേടിയ ശേഷം മാത്രമായിരിക്കും ഇദ്ദേഹത്തിനെതിരെ കടുത്ത നടപടി, അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുകയുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരത്തെ നൽകിയ വിശദീകരണം പാർട്ടിക്ക് തൃപ്തികരമല്ലായിരുന്നു. പക്ഷേ ആ ഒരു കാര്യം വെച്ചിട്ടാണ് ഇപ്പോൾ ഈ സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ നടപടി വരും ദിവസങ്ങളിൽ SITയുടെ കുറ്റപത്രം സമർപ്പിച്ച ശേഷം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അശ്വതി. ശരി കണ്ണൻ, എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നടപടിയുണ്ടായിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കടുത്ത നടപടി വേണമെന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ അഭിപ്രായം ഉയർന്നു വന്നിരുന്നു. വിവരങ്ങളാണ് കണ്ണൻ ദേവ് പത്തനംതിട്ടയിൽ നിന്നും നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള CPM മന്ത്രിമാർക്കും പങ്കുണ്ടെന്ന BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ഇവരെ രക്ഷിക്കാനാണ് UDF ശ്രമിക്കുന്നത്. കേസിലെ പ്രതി സോണിയാഗാന്ധി എങ്ങനെ കണ്ടു എന്നതിന്റെ ഉത്തരമാണ് പുതിയ അഭിഭാഷക നിയമനമെന്നും PK കൃഷ്ണദാസ് പ്രതികരിച്ചു. UDF സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നു. വിചിത്രമായ സംഭവം നടന്നു. എന്താ സംഭവം നടന്നത്? ഈ ശബരിമല സ്വർണ്ണ കൊള്ളയിൽ പ്രതികളായിട്ടുള്ളവർക്ക് ഹാജരായ അഭിഭാഷകനെ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനായി നിശ്ചയിച്ചു. മുഖ്യമന്ത്രിയാണ് മുൻകൈയെടുത്തത്. അപ്പോഴാണ് മനസ്സിലായത് എന്തിനാണ് സ്വർണ്ണ കവർച്ചയിലെ പങ്കാളികളായിട്ടുള്ള, അല്ലെങ്കിൽ സ്വർണ്ണ കവർച്ചയിലെ പ്രധാന പ്രതികൾ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെ എന്തിന് സന്ദർശിച്ചു എന്ന BJP നേതൃത്വത്തിന്റെ ചോദ്യത്തിന് കോൺഗ്രസ് നേതൃത്വം കാണിച്ച മൗനത്തിന്റെ ഉത്തരമാണ് ഈ പുതിയ അഭിഭാഷകന്റെ നിയോഗത്തിലൂടെ അല്ലെങ്കിൽ നിശ്ചയിച്ചതിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയെന്നും ജില്ലാ നേതൃത്വത്തിന്റെ തെറ്റുകൾ തിരുത്താൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നും CPMന്റെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം റിപ്പോർട്ടിൽ വിമർശനം. ചർച്ചകളിൽ പങ്കെടുത്തപ്പോഴും പാർട്ടിക്കുള്ളിലെ വിഭാഗീയത പ്രകടമായി എന്നും അവലോകന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ കീഴ്ഘടകങ്ങളോട് പരാജയം വിലയിരുത്താനും വിമർശനങ്ങൾ ഉന്നയിക്കാനും സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ലോക്കൽ കമ്മിറ്റി വരെ ഉയർന്നത് സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടി നിർത്തിയുള്ള രൂക്ഷ വിമർശനമായിരുന്നു. താഴെത്തട്ടിലെ ചർച്ചകൾ ക്രോഡീകരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പക്ഷേ കടുത്ത വിമർശനങ്ങൾ ഒഴിവാക്കിയിരുന്നു. സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചതനുസരിച്ച് അവലോകന റിപ്പോർട്ടിൽ തിരുത്തലുകൾ വരുത്തി. ആ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയെന്ന് ഏറ്റുപറയുന്നു. കണ്ണൂർ ഘടകത്തിലുണ്ടായ പല വീഴ്ചകളും തിരുത്താൻ സംസ്ഥാന ഘടകത്തിന് കഴിയാതെ പോയി എന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ പ്രമുഖ നേതാക്കൾ വിമതരായപ്പോൾ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ ഗൗരവത്തോടെ കണ്ടില്ല. മാധ്യമ വിമർശനത്തിൽ മാത്രമായി തെരഞ്ഞെടുപ്പ് പ്രചാരണം ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ചർച്ചകളിൽ പങ്കെടുത്തവർ സൂക്ഷ്മതയോടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്തില്ല എന്നും വിഭാഗീയതയിലൂന്നിയ ചർച്ചകളാണ് നടന്നതെന്നും സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ അതേപടി ഉന്നയിക്കുകയാണ് ചെയ്തതെന്നും അവലോകന റിപ്പോർട്ടിൽ ആമുഖമായി പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ കീഴ്ഘടകങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഷിഗല്ല ബാധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന 7 വയസ്സുകാരൻ മരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4ആയി. ജില്ലയിൽ നിലവിൽ 3 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് നിപ്പ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 43കാരന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിയായ 7 വയസ്സുകാരനാണ് ഷിഗല്ല ബാധിച്ച് മരിച്ചത്. പനിയും വയറിളക്കവും ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജൂൺ 12-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4ആയി. അതേസമയം കോഴിക്കോട് ജില്ലയിൽ 3 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ചങ്ങരോത്ത്, ഫറോക്ക്, പുതിയങ്ങാടി എന്നിവിടങ്ങളിലുള്ളവർക്കാണ് രോഗം ബാധിച്ചത്. ചങ്ങരോത്ത് 5 വയസ്സുള്ള കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 3 പേർക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 71 ഷിഗല്ല കേസുകളാണ് കോഴിക്കോട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിപ്പ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന 43കാരനും അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ബഹ്റൈനിൽ നിന്നെത്തിച്ച റെംഡിസിവിർ മരുന്ന് രോഗബാധിതന് നൽകി. ജൂൺ 12-ന് മോണോക്ലോണൽ ആന്റിബോഡിയും നൽകിയിരുന്നു. സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന 8 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി. 3 പേരെ കൂടി പുതിയതായി ഉൾപ്പെടുത്തിയതോടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 103ആയി. രോഗം റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭ ഡിവിഷൻ 5-ലെ 320 വീടുകളിലെ 1047 പേർക്ക് രോഗലക്ഷണങ്ങളുണ്ടോ എന്ന് പരിശോധന നടത്തി. ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങളില്ല. അമൃത ന്യൂസ്, കോഴിക്കോട്.
കശുവണ്ടി അഴിമതി കേസിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷിന് ഹൈക്കോടതിയിൽ കനത്ത തിരിച്ചടി. കോടതിയലക്ഷ്യ കേസിൽ നേരിട്ട് ഹാജരാകണമെന്ന് ഡിവിഷൻ ബെഞ്ചും അറിയിച്ചിട്ടുണ്ട്. ഹനീഷ് നൽകിയ അപ്പീൽ തള്ളി. CBI അന്വേഷണത്തിന് പ്രോസിക്യൂഷൻ അനുമതി നൽകാത്ത വിഷയത്തിലാണ് ഹനീഷിനെതിരെ ഹൈക്കോടതി കോടതിയലക്ഷ്യ കേസെടുത്തത്. വിവരങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്നും. രാജേഷ്, ഈ അപ്പീൽ തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയ കാര്യങ്ങൾ എന്താണ്? ഒപ്പം നിരീക്ഷണം എങ്ങനെ? വിവരങ്ങൾ. അശ്വതി, കഴിഞ്ഞ സർക്കാരിന്റെ ഭരണകാലത്ത് തന്നെ ഹൈക്കോടതി വളരെ രൂക്ഷമായ വിമർശനം സർക്കാരിനെതിരെ അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് സെക്രട്ടറിക്കെതിരെ ഉയർത്തിയിരുന്നു. ഇതിൽ 600 കോടി രൂപയുടെ അഴിമതി നടന്ന കശുവണ്ടി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ സാങ്ഷൻ, അതായത് CBI അന്വേഷണമാണ്. CBIക്ക് പ്രോസിക്യൂഷൻ സാങ്ഷൻ ലഭിച്ചാൽ മാത്രമേ ഈ ചന്ദ്രശേഖരനെയും രതീഷിനുമൊക്കെതിരെയുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാവൂ. അതല്ലാണ്ട് അന്വേഷണം നടത്തിയാൽ കോടതിയിൽ ചെല്ലുമ്പോൾ പ്രോസിക്യൂഷൻ സാങ്ഷൻ ഇല്ല എന്നുള്ള കാരണം ചൂണ്ടിക്കൂട്ടി ശിക്ഷിക്കാൻ പോലും പറ്റാതെ കുറ്റപത്രത്തിന് ഒരു ഊരിപ്പോയി. അതുകൊണ്ട് തന്നെ കോടതി പലവട്ടം ആവശ്യപ്പെട്ടു, എന്തുകൊണ്ട് നിങ്ങൾ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കുന്നില്ല. അന്ന് 6 പ്രാവശ്യമാണ് CBIയുടെ ഇതുപോലത്തെ ആവശ്യം ഹൈക്കോടതിയിലും CBI നേരിട്ട് കൊടുത്തപ്പോഴും സർക്കാർ അതിൽ നിന്ന് പിന്നോക്കം പോയത്. പുതിയ സർക്കാർ വന്നു. അതിനിടയ്ക്ക് ഈ അന്വേഷണം ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിട്ടും പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കണമെന്ന പെറ്റീഷൻ പരിഗണിക്കാത്തതിനാൽ ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ കോടതി ലക്ഷ്യ കേസെടുത്തു. സിംഗിൾ ബെഞ്ചാണ് കോടതി ലക്ഷ്യ കേസെടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ മുഹമ്മദ് ഹനീഷ് അപ്പീൽ കൊടുത്ത് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നേരിട്ട് ഹാജരാകുന്നതിന് ഒഴിവ് വേണം എന്നാണ് ആവശ്യപ്പെട്ടത് ഹൈക്കോടതി. പക്ഷേ അപ്പോഴും ഹൈക്കോടതി പറഞ്ഞു, ഇപ്പോഴും നിയമം ലംഘിക്കുകയാണ് അല്ലെങ്കിൽ ഉത്തരവ് ലംഘിക്കുകയാണ്, വീണ്ടും ഒരു കണ്ടംപ്റ്റ് കൂടി അല്ലെങ്കിൽ ഒരു കോടതി ലക്ഷ്യ കേസ് കൂടി എടുക്കാൻ ഹൈക്കോടതിക്ക് കഴിയും എന്ന് സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ ഈ നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ്. ഒരു സിംഗിൾ ബെഞ്ച് ഉത്തരവ്, കോടതി ഉത്തരവ് പാലിക്കാതെ അതിന്റെ അപ്പീൽ കോടതിയിൽ വന്നിട്ട് ഒഴിവ് കഴിവ് ചോദിച്ചാൽ അത് തരാനാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കണമോ വേണ്ടയോ അത് ഏതാണെങ്കിലും അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ഹൈക്കോടതിയെ അറിയിക്കേണ്ട ചുമതല മുഹമ്മദ് ഹനീഷിനുണ്ട്. അദ്ദേഹം അത് ചെയ്തില്ലെങ്കിൽ ഈ കോടതി ലക്ഷ്യ കേസ് അതുമായി മുന്നോട്ട് പോകാനാണ് ഹൈക്കോടതിയുടെ തീരുമാനം. ശരി, വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും അഡ്വക്കേറ്റ് രാജേഷ് നൽകിയത്. CMRL എക്സാലോജിക് ഇടപാടിൽ നിർണായക ചോദ്യം ചെയ്യലുകൾ തുടങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL MD ശശിധരൻ കർത്തയുടെ മകൾ ഷിബി S കർത്തയെ ED ചോദ്യം ചെയ്തു. CMRL അനുബന്ധ കമ്പനിയായ നിപുണ ഇന്റർനാഷണൽ ഡയറക്ടറാണ് ഷിബി. CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ S കർത്തയും T വീണയും വൈകാതെ ചോദ്യം ചെയ്യും. CMRL എക്സാലോജിക് ഇടപാടിലെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇതിന്റെ ഭാഗമായാണ് കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ കൂടി ED പരിശോധിക്കുന്നത്. കമ്പനികളുമായി നേരിട്ട് ബന്ധമുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ശശിധരൻ കർത്തയുടെ മകൾ ഷിബി S കർത്തയെ ED ചോദ്യം ചെയ്തത്. കളമശ്ശേരി ആസ്ഥാനമായിട്ടുള്ള നിപുണ ഇന്റർനാഷണലിലെ ഡയറക്ടർമാരിൽ ഒരാളാണ് ഷിബി. സഹോദരൻ ശരൺ S കർത്തയും ഈ കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളാണ്. CMRL MD ശശിധരൻ കർത്തയുടെ ഉടമസ്ഥയിലുള്ള സ്ഥാപനമാണ് നിപുണ ഇന്റർനാഷണൽ. CMRLന്റെ ചരക്ക് ഗതാഗതത്തിനായി വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് നൽകിയിരുന്നത് നിപുണയായിരുന്നു. അനിൽ ആനന്ദ് പണിക്കരാണ് നിപുണയുടെ മറ്റൊരു ഡയറക്ടർ. നിപുണ ഇന്റർനാഷണൽ നിലവിൽ കേസിൽ പ്രതിയാണ്. ശരൺ S കർത്തയ്ക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമൻസ് ഉണ്ട്. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി അടക്കം 9 പേർക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED സമൻസ് അയച്ചത്. വെള്ളിയാഴ്ച ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നെങ്കിലും ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാജരാകുന്നത് വീണ ബുധനാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ശശിധരൻ കർത്തയും ഹാജരായിരുന്നില്ല. പിന്നീട് വീട്ടിലെത്തി അന്വേഷണ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. മാസപ്പടി കേസിന് പുറമെ കരിമണൽ ഖനന ഇടപാടും ED അന്വേഷിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് എത്തുമെന്നാണ് സൂചന. മാത്രമല്ല, കൂടുതൽ നേതാക്കൾക്ക് പണം നൽകിയതായി വെളിപ്പെടുത്തലുള്ള പശ്ചാത്തലത്തിൽ അത്തരം കാര്യങ്ങളിലേക്കും അന്വേഷണം എത്തിച്ചേരും. അതിനിടെ മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് CMRL പണം നൽകിയതായുള്ള വിവരവും പുറത്തുവന്നു. 2.5 കോടിയോളം രൂപയാണ് ശരൺ S കർത്തയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. അമൃത ന്യൂസ്, കൊച്ചി. ചരിത്രത്തിൽ പുതിയ അധ്യായം രേഖപ്പെടുത്തി പ്രിയദർശിനി പ്രയാണം ആരംഭിച്ചു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഇന്നു മുതൽ സൗജന്യ യാത്ര. പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. പദ്ധതി സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ലെന്നും സാമൂഹ്യ സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെയും കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിന്റെയും ചരിത്രത്തിലെ പുതിയ അധ്യായത്തിന് തുടക്കമാണ് ഇത്. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു.
KSRTCയിലെ സൗജന്യ യാത്ര ഔദാര്യമല്ലെന്നും അഭിമാനമാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്. പുരുഷ സംഘടനകളുടെ പ്രതിഷേധത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: എല്ലാ പുരുഷന്മാരെയും കുറിച്ചല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പുരുഷ വിരോധി ഒന്നല്ല. ഈ ഇത്രയും പൈസ ബാക്കി വരുന്നു എന്ന് പറഞ്ഞു ഇവർ യാത്ര ചെയ്യുന്നു. ഇവരുടെ കയ്യിലാണെങ്കിൽ ആ പൈസ വീട്ടിലെത്തും. മറ്റൊരാ സൗജന്യം കൊടുത്ത ഈ ബാക്കി വരുന്ന പകുതി കുറച്ച് പേര് കൊടുക്കും വീട്ടിൽ, ബാക്കി അവിടെ പോകും. ഞാൻ പറഞ്ഞില്ല, ഗവൺമെന്റിന് കിട്ടും പൈസ. ഗതാഗത മന്ത്രിയിലും അദ്ദേഹത്തിന്റെ ടീമിലും വിശ്വാസമുണ്ടെന്നും KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ തുടങ്ങുമെന്നും സതീശൻ പറഞ്ഞു. പരിപാടിയിൽ മന്ത്രി CP ജോൺ അധ്യക്ഷത വഹിച്ചു. ഇതിൽ 3125 ബസ്സുകളും ഓർഡിനറി ബസ്സുകളാണ്. ആ ബസ്സുകൾക്ക് ഇന്ന് ഈ സമയം മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ഉദ്ഘാടന ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ബസ്സിൽ യാത്ര ചെയ്തു. സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രാദേശികതല ഉദ്ഘാടനങ്ങളും സംഘടിപ്പിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിവിധ ജില്ലകളിൽ സ്ത്രീകൾക്കായുള്ള KSRTC പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. റിപ്പോർട്ടിലേക്ക്. കൊല്ലത്ത് പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. പദ്ധതിയുടെ പ്രവർത്തനം വിശദമായി പഠിച്ചു വിലയിരുത്തിയ ശേഷം കൂടുതൽ കാര്യക്ഷമമായും മികവോടെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. UDF സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതിയുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം കോട്ടയം ഡിപ്പോയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്കും പ്രിയദർശിനി പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു. കടുത്തുരുത്തിയിൽ മന്ത്രി മോൻസ് ജോസഫും ചങ്ങനാശ്ശേരിയിൽ മന്ത്രി റോജി M. ജോണും പദ്ധതിയുടെ നിയോജക മണ്ഡലതല ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാ യാത്രികർക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതി പ്രിയദർശിനിയുടെ ആലപ്പുഴ ഡിപ്പോയിലെ ഉദ്ഘാടനം AD തോമസ് MLA നിർവഹിച്ചു. KPC ജനറൽ സെക്രട്ടറി A ഷുക്കൂർ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ മോളി ജേക്കബ്, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് നിർവഹിച്ചു. തൊടുപുഴയിൽ ചേർന്ന യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ യാത്രികർക്കായുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതിയുടെ എറണാകുളം ജില്ലാതല ഉദ്ഘാടനം MP ഹൈബി ഈഡൻ നിർവഹിച്ചു. അഡ്വക്കേറ്റ് VK മിനിമോൾ, മേയർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ MK രാഘവൻ MP നിർവഹിച്ചു. കോഴിക്കോട് നിന്ന് പായമ്പ്ര വരെ പോകുന്ന ബസ്സാണ് ഉദ്ഘാടന സർവീസ് നടത്തിയത്. UDF സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രയുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം MP VK ശ്രീകണ്ഠൻ നിർവഹിച്ചു. പാലക്കാട് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലായിരുന്നു ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടന്നത്. ഉദ്ഘാടനത്തിനു ശേഷം പാലക്കാട് നിന്നും ഗുരുവായൂരിലേക്ക് നടന്ന യാത്രയിൽ നിരവധി സ്ത്രീകൾ ഭാഗമായി. പാട്ടുപാടി കൈകൊട്ടി താളമിട്ട് KSRTC പ്രിയദർശിനി വനിതാ സൗജന്യ യാത്രയെ സ്വാഗതം ചെയ്ത് നഞ്ചിയമ്മ. മണ്ണാർക്കാട്, കല്ലടിക്കോട്, കോങ്ങാട് നിയോജക മണ്ഡലതല ഉദ്ഘാടനം നഞ്ചിയമ്മ നിർവഹിച്ചു. മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കണ്ണൂരിൽ വനിതകൾക്കായുള്ള സൗജന്യ യാത്രയുടെ ഫ്ളാഗ് ഓഫ് MLA TO മോഹനൻ നിർവഹിച്ചു. പയ്യന്നൂർ ഡിപ്പോയിൽ നടന്ന പരിപാടി V കുഞ്ഞികൃഷ്ണനും തലശ്ശേരിയിൽ PK നൂറ നാസറും ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലയിൽ 182 ഓർഡിനറി ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. സൗജന്യ യാത്രയുടെ പ്രചരണ പരിപാടികളിൽ തന്റെ ചിത്രം അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ മേയർ P ഇന്ദിര സൗജന്യ യാത്ര ഫ്ളാഗ് ഓഫ് ബഹിഷ്കരിച്ചു. പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം കാസർഗോഡ് ഡിപ്പോയിൽ കാസർഗോഡ് MLA കല്ലട്ര മായൻ ഹാജി നിർവഹിച്ചു. കാസർഗോഡ് ഡിപ്പോയിൽ നിന്ന് സർവീസ് നടത്തുന്ന 77 ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭിക്കും. ജില്ലയുടെ മലയോര മേഖലയായ ബന്ദർക്കയിലേക്കുള്ള ബസ്സാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയ ദിവസം നിരവധി പ്രതിഷേധങ്ങൾക്കും സംസ്ഥാനം സാക്ഷ്യം വഹിച്ചു. പുരുഷന്മാർക്കും ആനുകൂല്യങ്ങൾ വേണമെന്നാവശ്യപ്പെട്ട ഓൾ കേരള മെൻസ് അസോസിയേഷൻ രംഗത്ത് വന്നപ്പോൾ എല്ലാ ബസ്സുകളിലും സൗജന്യം അനുവദിക്കണമെന്നാണ് BJPയുടെ ആവശ്യം. ഉദ്ഘാടന പരിപാടികൾ CPM ബഹിഷ്കരിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നതായിരുന്നു UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. അതിൽ വെള്ളം ചേർത്തു എന്നാണ് BJPയുടെ ആരോപണം. വേർതിരിവുകളില്ലാതെ എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു BJPയുടെ പ്രതിഷേധ മാർച്ച്. ഈ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നതിൻ്റെ പേരിൽ ഇന്ന് നടത്തിയിരിക്കുന്നത്, ആ തട്ടിപ്പിന് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേതാവായിട്ടുള്ള പ്രിയദർശിനി ഇന്ദിരാ പ്രിയദർശിനിയുടെ പേരിലാണ്.
അതുകൊണ്ട് ഈ തട്ടിപ്പ് പ്രിയദർശിനി തട്ടിപ്പ് എന്ന പേരിൽ ഇന്നു മുതൽ കുപ്രസിദ്ധമാകും എന്നിവിടുത്തെ വി ഡി സതീശനെ ഓർമ്മിപ്പിക്കാനാകും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെൻസ് അസോസിയേഷനും പ്രതിഷേധം സംഘടിപ്പിച്ചു. എല്ലാ സ്കൂൾ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് ടിക്കറ്റ് അനുവദിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 60 വയസ്സിന് മേളിലുള്ള എല്ലാ പുരുഷന്മാർക്കും ഫ്രീ അനുവദിക്കണം. പുരുഷന്മാർക്ക് സീറ്റ് സംവരണം അനുവദിക്കണം. എല്ലാ സ്ത്രീകൾക്കും എന്നുള്ളത് ഒഴിവാക്കിയിട്ട് അർഹതപ്പെട്ട സ്ത്രീകൾ. പുരുഷന്മാർക്ക് സൗജന്യം നൽകിയാൽ പണം കുടുംബത്തെത്തില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് മറുപടി ഇങ്ങനെ: ഒരുപക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹം മദ്യപിക്കില്ലായിരിക്കാം. ഈ മദ്യപിക്കുന്ന പിതാക്കന്മാര് കൂലിപ്പണി ചെയ്ത് നടുവൊടിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ 2 അടിക്കുന്നത്. അതിലവരെ തെറ്റ് പറയാൻ പറ്റില്ല. കാര്യം അവർക്ക് രാത്രി കിടന്നുറങ്ങണം. സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങളും പ്രതിഷേധ പ്രതിരോധങ്ങളും നടന്നു. വാഗ്ദാനങ്ങളിൽ വെള്ളം ചേർത്തുവെന്ന് ആരോപിച്ച CPM പരിപാടികളിൽ നിന്നും വിട്ടുനിന്നിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയെ ഓവർടേക്ക് ചെയ്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്തെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നതിന് മുൻപേ തൃശൂരിലെ സൗജന്യ യാത്ര രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ബസ് യാത്രയും നടത്തി. തൃശൂർ KSRTCയിൽ നിന്നും ആരംഭിച്ച് തെക്കേ ഗോപുര നട വരെ ആഭ്യന്തരമന്ത്രി യാത്രക്കാരോടൊപ്പം സഞ്ചരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കെതിരെ പുരുഷന്മാർക്ക് സൗജന്യ യാത്രയൊരുക്കി സ്വകാര്യ ബസ് ഉടമയുടെ പ്രതിഷേധം. മാഞ്ഞാലി ആലുവ റൂട്ടിലോടുന്ന ലിറ്റിൽ ഫ്ലവർ ബസ് ഉടമ ഡേവിഡാണ് പുരുഷ യാത്രക്കാർക്കായി ഒരു ദിവസത്തെ സൗജന്യ യാത്ര അനുവദിച്ചത്. സ്വകാര്യ ബസ് ഉടമകളെ കേൾക്കാതെയാണ് സർക്കാർ പദ്ധതി നടപ്പിലാക്കിയതെന്ന് ഡേവിസ് പറഞ്ഞു. പൊതുഗതാഗത മേഖലയുടെ വളർച്ചയ്ക്കും സ്വകാര്യ ബസ്സുകളുടെ നിലനിൽപ്പിനും ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബസ്സുടമ ഡേവിഡിന്റെ വ്യത്യസ്ത പ്രതിഷേധം. രാവിലെ 6:30 മുതൽ രാത്രി 8 മണി വരെയുള്ള 7 ട്രിപ്പുകളിലും പുരുഷന്മാർക്ക് യാത്ര സൗജന്യമാണ്. ആലുവ മാഞ്ഞാലി റൂട്ടിലാണ് ഡേവിഡിന്റെ ലിറ്റിൽ ഫ്ലവർ ബസ് സർവീസ് നടത്തുന്നത്. സ്വകാര്യ ബസ്സുകളെ കൈവിടാതെ KSRTCയിലെ സൗജന്യ യാത്ര ഒഴിവാക്കി തന്റെ ബസ്സിൽ യാത്ര ചെയ്ത എല്ലാ വനിതാ യാത്രക്കാർക്കും ബസ്സുടമ മധുരം നൽകി അനുമോദിച്ചു. ഈ സ്വകാര്യ ബസ്സുകളെ അല്പം പോലും പരിഗണിക്കാതെയാണ് ഈ തരത്തിൽ സ്ത്രീകൾക്ക് സൗജന്യം KSRTCയിൽ കൊടുത്തത്. ഞങ്ങളതിനെതിരല്ല. പക്ഷെ അങ്ങനെ പോകുമ്പോൾ ഞങ്ങളെപ്പോലുള്ള സർവീസുകൾ നാളെ ഇല്ലാതെയാവും. അവർക്ക് മധുരപലഹാരം കൊടുക്കണതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ KSRTCന് പാരലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ റൂട്ടിൽ സെയിം പാരലുണ്ട്. അതിനകത്ത് കയറാതെ ഈ ബസ്സിൽ ഇന്നലെ വരെ കയറിയ ആളുകളാണ്. അവർ കയറുമ്പോൾ നമ്മൾ അവരെ വെൽക്കം ചെയ്യണ്ടേ? ആ ഒരു സന്തോഷമാണ് അവർക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. അതേസമയം സൗജന്യ യാത്ര താല്പര്യമില്ലെന്ന ലിറ്റിൽ ഫ്ലവർ ബസ്സിലെ ചില പുരുഷ യാത്രക്കാർ അഭിപ്രായപ്പെട്ടു. സൗജന്യ യാത്ര വലിയ താല്പര്യമില്ല. പൈസ കൊടുത്ത് പോകാൻ ഇഷ്ടം. അത് മുതലാളിമാർക്ക് നഷ്ടമാണത്. ട്രാൻസ്പോർട്ടിനും ഭയങ്കര നഷ്ടമാണത്. സ്ത്രീകൾക്ക് പ്രൈവറ്റ് ബസ്സിനെ തകർക്കാൻ വേണ്ടി സർക്കാർ കണ്ടെത്തിയൊരു വഴിയാണത്. ഞങ്ങൾക്ക് കാശ് കൊടുത്ത് പോകാൻ തന്നെ താല്പര്യം. പരമാവധി ഞങ്ങൾ KSRTC ബസ്സിനെ ഒഴിവാക്കി പ്രൈവറ്റ് ബസ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പുരുഷനും സ്ത്രീക്ക് ഓരോ നീതിയാണ്. പിന്നെ അവർക്ക് മാത്രമല്ല പ്രത്യേകത. ഇന്ധനവില വർദ്ധിച്ച സാഹചര്യത്തിൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൂടി ഏർപ്പെടുത്തിയത് സ്വകാര്യ ബസ് സർവീസുകളെ ഇല്ലാതാക്കുമെന്നാണ് വിമർശനം. മാത്രമല്ല വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെന്നും ഉടമകൾ ആരോപിക്കുന്നു. വരും ദിവസങ്ങളിൽ സ്വകാര്യ ബസ് ഉടമകളുടെ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കാം. അമൃത ന്യൂസ്, കൊച്ചി. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്ര അനുവദിച്ച UDF സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തെരഞ്ഞെടുപ്പ് സമയത്ത് UDF സർക്കാർ മുന്നോട്ട് വെച്ച വാഗ്ദാനം എല്ലാ ബസ്സിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമെന്നായിരുന്നുവെന്നും എന്നാൽ UDF സർക്കാർ സംസ്ഥാനത്തെ വനിതകളെ വഞ്ചിക്കുകയാണെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് പറഞ്ഞു. ഇന്ന് സുപ്രഭാതത്തിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് ഫാസ്റ്റ് എന്നുള്ള സ്റ്റിക്കർ ഒട്ടിക്കുന്നതാണ്. അപ്പോൾ ഓർഡിനറി ബസ്സുകളെല്ലാം തന്നെ ഫാസ്റ്റ് പാസഞ്ചർ ആയിട്ട് മാറ്റി കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ഇന്നിവിടെ പദ്ധതി നടപ്പിലാക്കുന്നത്. അതായത് ഒരു സ്ത്രീകൾക്ക് പോലും അതിന്റെ ആനുകൂല്യം ലഭ്യമാകരുത് എന്നുള്ള കോൺഗ്രസിന്റെ വഞ്ചന, സ്ത്രീകൾക്കെതിരെയുള്ള വഞ്ചന, അത് കേരളക്കരയിലെ സ്ത്രീകൾ കണ്ടു നിൽക്കില്ല. അതിന്റെ ഒരു മുന്നറിയിപ്പായിട്ടാണ്, ഒരു സൂചനയായിട്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ കോഴിക്കോട് ഡിപ്പോയിൽ മാത്രമല്ല ഈ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ചുമായിട്ട് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്.
KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്ര ഒരുക്കിയ UDF സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിനെതിരെ BJP കൊല്ലം കൊട്ടാരക്കര ഈസ്റ്റ് ജില്ലാ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സൗജന്യ യാത്ര കൃത്യമായി നടപ്പിലാക്കാതിരിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് ഇത്തരം മാറ്റങ്ങളെന്ന് BJP ആരോപിച്ചു. കൊട്ടാരക്കര ചന്തമുക്കിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് KSRTC ഓഫീസ് കവാടത്തിന് മുൻപിൽ പോലീസ് തടഞ്ഞു. മാർച്ച് BJP ജില്ലാ പ്രസിഡന്റ് രാജി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനങ്ങൾ വെറും സ്റ്റിക്കർ ഒട്ടിച്ച് പേരുമാറ്റി അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ആരോപിച്ചു. കൊല്ലത്ത് വനിതകൾക്കായുള്ള പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിലെ ബസ് വഴിയിൽ തകരാറിലായി. കുണ്ടറയിൽ നിന്നും കായംകുളത്തേക്ക് രാവിലെ പുറപ്പെട്ട ബസ്സാണ് കൊല്ലം രാമേശ്വരം ക്ഷേത്രത്തിന് സമീപം എയർ ലീക്കിനെ തുടർന്ന് തകരാറിലായത്. ബസ്സിലുണ്ടായിരുന്ന 25ഓളം യാത്രക്കാരെ പിന്നീട് മറ്റൊരു ബസ്സിൽ കയറ്റി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചു. ബസ് റോഡിൽ തകരാറിലായി കിടന്നതിനെ തുടർന്ന് പ്രദേശത്ത് ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. കൊല്ലം ഡിപ്പോയിൽ നിന്നും മെക്കാനിക്കുകൾ സ്ഥലത്തെത്തി അറ്റകുറ്റപ്പണികൾ നടത്തിയ ശേഷമാണ് ബസ് വീണ്ടും സർവീസ് പുനരാരംഭിച്ചത്. RSS പരിപാടിയിൽ സർവകലാശാല VC-മാർ പങ്കെടുത്ത വിഷയത്തിൽ മുഖ്യമന്ത്രിയെ തള്ളി സമസ്ത. VC-മാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മാപ്പ് പറഞ്ഞാൽ വിഷയം തീരില്ലെന്നും സമസ്ത നേതാവ് മുസ്തഫ മുണ്ടുപാറ കോഴിക്കോട് പറഞ്ഞു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്നലെ അതിനെതിരെ പ്രതികരണം നടത്തിയത് ആശാവഹമാണ്. അതിൽ ശക്തമായൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. മുഖ്യമന്ത്രി പറഞ്ഞത് മാപ്പ് പറയണമെന്നാണ്. അതിൻ്റെ പേരിൽ നടപടി എന്തായാലും ഉണ്ടാകണം. കാരണം സർക്കാരിൻ്റെ VC-മാരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത. PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ നയം വ്യക്തമാക്കണമെന്ന് സംസ്ഥാന നേതാവ് മുസ്തഫ മുണ്ടുപാറ. RSSന്റെ രഹസ്യ അജണ്ട സർക്കാർ തിരിച്ചറിയും. ഈ വിഷയത്തിൽ മുസ്ലിം സമുദായങ്ങളെല്ലാം ആശങ്കയിലാണെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. PM ശ്രീ ഒരു നിലക്കും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അത് പൂർണ്ണമായും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഏറെ ആശങ്കയോടുകൂടി നേരത്തെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പിണറായി സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ മുസ്ലിം സംഘടനകളൊക്കെ വിമർശിക്കപ്പെട്ട ഒരു വിഷയമാണ്. അത് സർക്കാർ നടപ്പിലാക്കില്ല എന്ന് തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നടപ്പിലാക്കാൻ കഴിയില്ല അത്. കാരണം അതിനെ അത്രയേറെ വിമർശനമേറ്റ ഒരു പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. അത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അക്കാര്യത്തിൽ ഏറെ ആശങ്കയുള്ളതുമാണ്. കാരണം സിലബസിൽ ഉൾപ്പെടെ അത് കടന്നു വരിക സംഘപരിവാറിൻ്റെ ആശയങ്ങൾ. അത് ഭാവിയിൽ തന്നെ ഈ സമൂഹത്തെ നശിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലേക്കുള്ള ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള സംഘപരിവാറിൻ്റെ നീക്കമാണത്. അപ്പോൾ സ്വാഭാവികമായും മുസ്ലിം സംഘടനകൾ അതിൽ ആശങ്ക കാണുന്നുണ്ട്. VC-മാർക്കെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവരെ പ്രീതിപ്പെടുത്താനെന്ന BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കേരളത്തിൽ മദൂദി ഭരണമാണ് നടക്കുന്നത്. മതരാഷ്ട്രവാദം ഉന്നയിച്ചവരോട് ചർച്ച ചെയ്തും PFI നേതാവിനെ ആലിംഗനം ചെയ്ത് അന്തസ്സില്ലായ്മ കാണിച്ചതും VD സതീശനാണെന്നും PK കൃഷ്ണദാസ് വിമർശിച്ചു. ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്ന് ലഭിച്ച വോട്ടിനും ഉണ്ട ചോറിനും നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുന്നു, നിങ്ങൾ കിട്ടിയ വോട്ടിനും ഉണ്ട ചോറിനും നന്ദി പ്രകടിപ്പിക്കാൻ RSSന്റെ തലയിൽ കുതിര കയറേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലെ ഉഭയകക്ഷി ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത്. ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയെ സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ പ്രശംസിച്ചു. പ്രധാന മേഖലകളിൽ പല വികസിത രാജ്യങ്ങളെയും ഇന്ത്യ പിന്നിലാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി മാറിയ നരേന്ദ്രമോദിയെ സ്ലോവാക്യൻ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. 12 വർഷക്കാലം തുടർച്ചയായുള്ള ഈ നേട്ടത്തെ രാഷ്ട്രീയ അത്ഭുതമെന്നാണ് ഫിക്കോ വിശേഷിപ്പിച്ചത്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക്യ സന്ദർശിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്.